അച്ഛൻ ആ കോളേജ് മുഴുവനായിട്ട് അറിയാം, ആ ക്യാമ്പസ് അറിയാം. സംസാരിക്കുന്ന അഞ്ചൂർക്കായിട്ടൊക്കെ വീതിച്ചു വിടാം. അതിനകത്ത് വിചാരണ ചെയ്തോണ്ടായിരിക്കും. എനിക്കൊന്നും വേണ്ട. അയ്യോ, സംഗീത നമ്പ്യാരും എല്ലാരും കൂടെ എന്റെ മകനെ കൊന്നില്ലേ? അയ്യോ, നമുക്ക് എടുക്കാം. പ്രിൻസിപ്പൽ കണ്ടിട്ട് പ്രിൻസിപ്പളിനെ ഞാൻ കാണൂല. എന്റെ മകനെ കൊന്നവനാണ് അവനെ ഞാൻ കാണൂല. അവനെ കണ്ടാൽ ഞാൻ എല്ലാം ചെയ്യും. ഞാൻ കാണൂല. വേണ്ട, എനിക്ക് അവനെ കാണണ്ട. ഇല്ല ഇല്ല, അവനെ കാണണ്ട. എന്റെ മോനെ കൊന്നവനാണ് അവൻ. എനിക്ക് അവനെ ഞാൻ എന്നെ പ്രിൻസിപ്പളിനെ കാണിക്കണ്ട. പ്രിൻസിപ്പലിനെ കാണിക്കണ്ട. എന്റെ മോനെ കൊന്നവനാണ് അവൻ. സാറന്മാരെ ആ വാർത്ത കമലിനെ എന്നെ കാണിക്കല്ലേ, കൊണ്ടുപോകാൻ ശരിയല്ല. എല്ലാണോ കൊന്നത്? ഞാൻ വരൂല. അവരെങ്ങാണ് എന്റെ മകനെ ഹലോ, ഞാൻ വരൂല. എന്റെ മോനെ കൊന്നവനാണ്. എന്റെ മോന്റെ ഡ്രസ്സല്ല അവനെ അവനെ കൊടുക്കും. അവനെ അവന്മാരെല്ലാം കൂടെ കൊന്നതെല്ലാം കൂടെ എടുത്തോളാൻ പറഞ്ഞു. അവന്മാർ 5 പേരെ ആ ആമിനെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് പ്രിൻസിപ്പലിനെ കാണേണ്ടതില്ല, എൻ്റെ മകനെ കൊന്നവരാണവർ, അവരെ എനിക്ക് കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും ചേർന്ന് എൻ്റെ മകനെ കൊന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എല്ലാം തുറന്നു പറയുന്ന മകൻ കോളേജിൽ നേരിട്ട നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സാമ്പത്തിക അവസ്ഥയുടെ പേരിലൊക്കെ നേരിട്ടിട്ടുള്ള വിവേചനത്തെപ്പറ്റി ഒന്നും തന്നോട് പറഞ്ഞിരുന്നില്ല. അത് മാത്രം ഒളിച്ചു വെച്ചു. അതൊക്കെ സഹോദരിമാരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും മാത്രം പീഡന മകൻ സഹിക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ അച്ഛൻ നമ്മളോട് സംസാരിച്ചു. ഇതിന് നടന്ന അതേ വഴികളിലൂടെയാണ് അച്ഛൻ നടക്കുന്നത്. ഇതിന് ഇനി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇനി ഉൾക്കൊള്ളാൻ പോലും ആയിട്ടില്ല. നിറയെ സ്വപ്നങ്ങളുമായാണ് നിതിൻ ആ ക്യാമ്പസിലേക്ക് എത്തിയത്. എത്രയായാലും ഞാൻ പഠിച്ച ഡോക്ടറായേ പുറത്തിറങ്ങൂ എന്ന് പറഞ്ഞ നിതിൻ്റെ ഓഡിയോ നമ്മുടെയൊക്കെ കാതിൽ ഇപ്പോഴും ഉണ്ട്. ആ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ ഈ അച്ഛൻ്റേത് കൂടിയായിരുന്നു. അച്ഛൻ കണ്ട സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെയും പൊതിഞ്ഞ് പ്രതീക്ഷകൾ അറ്റുപോകുന്നു. മകന്റെ വേർപാടിൽ തിങ്ങിപ്പൊട്ടുന്ന ഒരു അച്ഛനെയാണ് കാണുന്നത്.